കോമ്പയാർ പട്ടത്തിമുക്ക് കേശവപിള്ള പാറയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശ് മാൾഡ സ്വദേശിനി സരസ്വതിയാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. ഭർത്താവ് രാജേഷ് പോലീസ് കസ്റ്റഡിയിലാണ്. ഉടുമ്പൻചോല സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട്. അനീഷ്, മരണകാരണം എന്ത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? കസ്റ്റഡിയിലായ ഭർത്താവിനെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അനീഷ്? ഷിബിൻ, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ നിന്നും വീണ്ടും നാടിനെ നടക്കിയ ഒരു സംഭവം സംഭവത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മധ്യപ്രദേശ് മാൾഡ സ്വദേശിനിയായിട്ടുള്ള സരസ്വതിയാണ് മരണപ്പെട്ട നിലയിൽ ഈ കോമ്പയാറിന് സമീപം പട്ടത്തിമുക്കിലുള്ള ഒരു ഏലത്തോട്ടത്തിലെ വീട്ടിനുള്ളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ ഭർത്താവ് മാൾഡ സ്വദേശി തന്നെയായിട്ടുള്ള രാജേഷ് കഠാറിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയപ്പോൾ ഈ സ്ത്രീയെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കിടക്കുന്നതായി കണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ രാജേഷും ഭാര്യ സരസ്വതിയും ഇരുവരും ചേർന്ന് മദ്യപിച്ചിരുന്നതായിട്ടാണ് സമീപവാസികൾ പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3:30 കൂടിയിട്ട് ഈ എസ്റ്റേറ്റിന്റെ ഏലത്തോട്ടത്തിലെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആൾ വരുമ്പോൾ ഈ സ്ത്രീ മുറ്റത്ത്, അതായത് ഇവർക്ക് താമസിക്കുവാനായി കൊടുത്തിട്ടുള്ള വീടിന് മുറ്റത്ത് നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിന് സമീപത്തായിട്ട് ഈ രാജേഷ്, അതായത് ഭർത്താവായിട്ടുള്ള രാജേഷ് ഇരിക്കുന്നതായിട്ടും ഈ സൂപ്പർവൈസർ കണ്ടിരുന്നു. അപ്പോൾ അടുത്തെത്തിയപ്പോൾ തന്നെ മദ്യത്തിന്റെ രൂക്ഷഗന്ധവും മദ്യക്കുപ്പിയും ഒക്കെ കണ്ടിരുന്നു. ഇരുവരും മദ്യപിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ഈ സൂപ്പർവൈസർ നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇദ്ദേഹം ഉടൻ തന്നെ ഇവരെ വീടിനുള്ളിലേക്ക് കയറ്റി കിടത്തുവാൻ വേണ്ടി പറഞ്ഞിട്ട് പോവുകയായിരുന്നു. പോയ ശേഷം ഏതാണ്ട് അല്പസമയത്തിന് ഉള്ളിൽ തന്നെ മേഖലയിലും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് മറ്റ് പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് പോലീസ് എത്തുന്നു. പോലീസ് ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയ ശേഷം ഇവരെ ഈ രാജേഷിനെ പിടിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ മദ്യത്തിന്റെ ഒരു കെട്ട് ഇറങ്ങിയതിന് ശേഷം എത്തിക്കാമെന്ന് ഈ സൂപ്പർവൈസറൊക്കെ പറഞ്ഞതനുസരിച്ച് പോലീസ് മടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയം ഈ സ്ത്രീക്ക് ജീവനുണ്ടായിരുന്നു. ഇവരെ അതിനുശേഷം ഈ രാജേഷ് ഈ വീടിനുള്ളിലേക്ക് കയറ്റി കിടത്തിയതായിട്ടാണ് ഈ സൂപ്പർവൈസർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഈ മേഖലയിൽ തന്നെ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ വിവിധ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ആയി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എത്തിയപ്പോഴാണ് ഈ സ്ത്രീയെ ഇങ്ങനെ അനക്കമില്ലാത്ത രീതിയിൽ കണ്ടത്. ഉടൻ തന്നെ സൂപ്പർവൈസറെ അറിയിക്കുന്നു, നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. എത്തിയപ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചു. ഇതൊരു കൊലപാതകമാണെന്നുള്ളൊരു സംശയത്തിലാണ് പ്രാഥമികമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ സൂപ്പർവൈസറിന്റെ അടുത്ത് തന്നെ, അതായത് ഇന്നലെ വൈകിട്ട് 3:30 ഈ സ്ത്രീയെ മുറ്റത്ത് കിടക്കുന്ന നിലയിൽ കണ്ടപ്പോൾ തന്നെ മർദ്ദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മർദ്ദിച്ചതായിട്ട് ഈ രാജേഷ് ഈ സൂപ്പർവൈസറിനോട് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് രാജേഷ് ഉള്ളത്. രാജേഷ് പക്ഷേ മദ്യപിച്ചതായി മാത്രമാണ് സംശയിച്ച് പറഞ്ഞിട്ടുള്ളത്. മർദ്ദിച്ച കാര്യങ്ങളൊന്നും തന്നെ പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും മദ്യത്തിന്റെ ഒരു ലഹരിയിൽ തന്നെയാണ്. ഇതിനാൽ തന്നെ ഈ മദ്യത്തിന്റെ ലഹരി വിട്ടതിന് ശേഷം എടുക്കുന്ന മൊഴിയായിരിക്കും ഈ ഒരു സംഭവത്തിൽ ഏറ്റവും നിർണായകമാവുക. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കും. ഇപ്പോഴെന്താണെങ്കിലും ഉടുമ്പൻചോല സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള രാജേഷിനെ നെടുങ്കണ്ടത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ആദ്യം വൈദ്യ സഹായം ആവശ്യമെങ്കിൽ വൈദ്യസഹായത്തിനൊക്കെ ശേഷം, വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ സംഭവത്തിലെ ഒരു ദുരൂഹത അഴിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും പ്രാഥമികമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുവാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിബിൻ.